ഹലോ ഡാർലിംഗ്, എന്താണ് പരിപാടി? ആ, നിങ്ങൾ ഓഫീസിൽ നിന്ന് എത്തിയോ? എനിക്ക് അർജന്റായിട്ട് ഒരു മീറ്റിംഗ് ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു. ആണോ? എങ്കിതാ ഞാനും വരാം. നീ എങ്ങോട്ട്? അല്ല, മീറ്റിംഗിന് ജോയിൻ ചെയ്യണ്ടേ? അതിനിത് ബിസിനസ് മീറ്റിംഗ് ആണ് മിസ്റ്റർ മനു, അല്ലാണ്ട് ടൂർ അല്ല. എല്ലാരും കൂടി ജോയിൻ ചെയ്യാനായിട്ട്. ആ, ഞാനും സഹായിക്കാമെന്നാ പറഞ്ഞേ. എന്റെ എന്തെങ്കിലും സഹായം നിനക്ക് ചിലപ്പോ വേണ്ടി വരും. അയ്യടാ, തൽക്കാല സഹായം എനിക്ക് വേണ്ടെങ്കിലോ? വഴി മാറി നിൽക്കണം. അയ്യോ പോവല്ലേ മാനസി. കുഞ്ഞു കളിച്ചു നിൽക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല. ഇങ്ങനെ പോയാൽ കല്യാണം കഴിഞ്ഞും എന്റെ കാര്യം പരിതാപകരമായിരിക്കും. അത് പിന്നെ സംശയമുണ്ടോ? ഏതാ ശരീരി? അമ്മ എന്താ ഇവിടെ? അത് തന്നെയാ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. നീ എന്താ മനസ്സിടെ റൂമില്? അത് പിന്നെ ഞാൻ അവൾക്ക് എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കാൻ വന്നയാ. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? അത് പിന്നെ ബിസിനസ് മീറ്റിംഗിന്റെ അവൾക്ക് എന്തോ ഡൗട്ട്സ് അതാ. ഓ, എന്നിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുത്തോ? ആ പിന്നെ ചെയ്തു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്റെ പൊന്നുമോൻ അവിടെ ഒന്ന് നിന്നേ. അയ്യോ, എന്താ അമ്മേ? എന്റെ മോൻ ഭാവി ഭാര്യയ്ക്ക് മാത്രമേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ഈ അമ്മയ്ക്ക് വേണ്ടി സഹായമൊന്നും ചെയ്യില്ലേ? അതെന്ത് ചോദ്യാ? എനിക്ക് എന്റെ അമ്മ കഴിഞ്ഞിട്ടല്ലേ മറ്റാരും ഉള്ളൂ. പറ, എന്റെ അമ്മയ്ക്ക് എന്ത് സഹായാ വേണ്ടേ? അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. പുല്ല്, മര്യാദയ്ക്ക് വല്ലോ പത്രവും വായിച്ചോണ്ടിരുന്നാ മതിയായിരുന്നു. അയ്യോ, ഓനെ എങ്ങനെയുണ്ട് ഡ്യൂട്ടി? ശവത്തില് കുത്തല്ലേ അച്ഛാ? ഞാൻ കുത്തും. എന്നാൽ എത്ര പെട്ടെന്ന് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഞാൻ കരുതിയില്ല. ഏട്ടാ മോനെ, ഞാൻ എന്തായി കാണുന്നേ? എന്തൊക്കെയാടാ ഈ കൊച്ചു വീട്ടില് നടക്കുന്നേ? എന്തായാലും ഫോഗ് അല്ല നടക്കുന്നേ. അയ്യേ, എന്തൂള കോമഡിയാടാ മനു. അതച്ഛാ, കോമഡി പറയുമ്പോ നമ്മൾ ഓരോരുത്തരുടെയും നിലവാരം നോക്കി വേണം കോമഡി പറയാൻ എന്നാണ് ഒരു മഹാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും അച്ഛൻ അറിയില്ലേ? ഐശ്വരി, അതേതാണ് ആ മഹാൻ? അതൊരു മഹാൻ. തൊട്ട് കാണിക്കില്ല, വേണമെങ്കിൽ തുപ്പി കാണിക്കാം. എടാ മനു, നീ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? എന്തിന്? ഏതവനാടാ ഇത്? ഞാനല്ല. മോന് വേട്ടാ. സത്യമായിട്ടും കൊച്ചി, എനിക്ക് ഈ രക്തത്തില് പങ്കില്ല. മനു, നിന്റെ മുഖത്തിനത് എന്ത് പറ്റിയതാ? അതൊരു ഈനാമ്പേച്ച് മരപ്പെട്ടിക്ക് വെച്ചത് എനിക്കിട്ട് കൊണ്ടതാ മുത്തശ്ശ. എന്തോ നാടാ നീ പറയുന്നേ? ഞാൻ പറഞ്ഞു തരാം മുത്തശ്ശ. ഇവനൊരു പട്ടിക്കുട്ടീനെ കല്ല് വെച്ചേർന്നു. ആ പട്ടി ഇവനെ കടിക്കാനിട്ട് ഓടിക്കുന്നതിന്റെ ഇടയിൽ പറ്റിയതാണിത്. ഇതാണോ ഇവന് ഈനാമ്പേച്ചെന്ന മരപ്പെട്ടിന്നൊക്കെ പിച്ചും പിയും പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, ഇവനെന്തിനാ മര്യാദയ്ക്ക് നിന്ന പട്ടിക്കുട്ടീനെ എടുത്ത് കല്ലെറിയാൻ പോന്നെ? വെറുതെ പണി വാങ്ങാൻ വേണ്ടി. അതിന് പണി വാങ്ങിയതല്ലോ, വാങ്ങിച്ചു തന്നതല്ലേ. പന്നി, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടിരുന്ന് ചിരിക്കുന്നോടാ. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. ഓ ആയിക്കോട്ടെ മുതലാളി. ഇവനോ? ഈ കാട്ടുമകന്റെ മുഖം കാണാൻ വേണ്ടിട്ടാണോ ഞാൻ എന്നും ഈ കിടന്ന് സ്വപ്നം കണ്ടേ? നോ വേ, സ്വപ്നത്തിന് തെറ്റിയതാവും. എന്നും ഇവന്റെ ഈ മുഖം കാണുന്നോണ്ടായിരിക്കും നല്ല രാജകുമാരന്റെ മുഖം വരണ്ട അടുത്ത് ഇവന്റെ മരമൊന്ന് കയറി വന്നത്. നീ കോളേജിൽ പോവാൻ റെഡിയായോ? അല്ല, സമയം വൈകിയല്ലോ മൃദു. ചേച്ചി, എണീറ്റപ്പോ താമസിച്ചു. ഇനി ഫുഡ് കഴിക്കാനൊന്നും നേരമില്ല. ഞാൻ ഇറങ്ങുവാണേ. ഫുഡ് കഴിച്ചിട്ട് പോയാ മതി. ലേറ്റ് ആയാൽ സാരമില്ല. ആയും തന്നെ ഡ്രോപ്പ് ചെയ്തോളും അല്ലേടാ? വേണ്ട, ലേറ്റ് ആയാലും ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അതിന് നീ എന്തിനാ മൃദു കാറുന്നേ? വേണ്ടെങ്കിൽ വേണ്ട, ഫുഡ് ഞാൻ ടിഫിൻ്റെ അകത്താക്കി വെച്ച് തരാം. കോളേജിൽ പോയിട്ട് കഴിച്ചോ. ശരി, ഞാൻ പോകുക.
ഇവന്റെ മുഖം കാണുന്നതാണ് പ്രശ്നം. അല്ലെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മൃദു, യു ഹാവ് ടു ഇഗ്നോർ ഹിം. ഓ ഷിറ്റ്, ഭണ്ഡാരടങ്ങാനായിട്ട് കോപ്പ് സ്വപ്നം മനസ്സിൽ നിന്ന് പോകുന്നുമില്ലല്ലോ ഈശ്വര. ഹാ, ഈ സാധനം എന്താ ഇവിടെ? ഇനി എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി വന്നതാണോ? അങ്ങനാണെങ്കിൽ ഒരു പണി കൊടുക്കാം. അവനിവിടെ എന്നെ നോക്കി നിൽക്കട്ടെ, നമുക്ക് ബസ്സിൽ പോവാം. ഇവളുടെ ക്ലാസ് ഇതുവരെ കഴിഞ്ഞില്ലേ? എത്ര നേരമായിട്ട് ഞാനിവിടെ നിൽക്കുക. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങേണ്ട സമയമായല്ലോ. ആഹാ, കുരുപ്പെത്തിയോ? അല്ല, അവനെവിടെ? ആര്? വേറെ ആര്? ആയു. അവനെവിടെ? അത് ശരി, അതെന്നോടാണോ ചോദിക്കുന്നേ? മനുവേട്ടന്റെ നൻപനല്ലേ, അപ്പൊ മനുവേട്ടനെ അറിയില്ലേ? അതല്ലേടി, അവൻ നിന്നെ പിക്ക് ചെയ്യാനെന്നും പറഞ്ഞ് നിന്റെ കോളേജിലേക്ക് ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ, എനിക്കറിയില്ല, ഞാൻ ആരെയും കണ്ടില്ല. ഹലോ. എടാ, നീ ഇതെവിടെ പോയി കിടക്കുവോ? നീ അവളുടെ കോളേജിലേക്ക് തന്നെയാണോ പോയെ? എടാ, അവക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നാ തോന്നുന്നേ. ഇതുവരെ പുറത്തോട്ട് കണ്ടില്ല. തേങ്ങാ കൊല, നീ അവിടെ നിന്നു. എടാ പൊട്ട, അവളിവിടെ വീട്ടിലെത്തി. ഞാൻ മെയിൻ ഗേറ്റിന്റെ എവിടെയാണല്ലോ നിൽക്കുന്നേ, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ അവള് പോയത്. അപ്പൊ അവൾ എന്റെ കണ്ണ് വെട്ടിച്ച് പോയതാണല്ലേ? എന്താ? നീ ശരിക്കും എന്നെ കണ്ടില്ലേ? എന്ത്? നിന്റെ കോളേജിന്റെ മെയിൻ ഗേറ്റിന്റെ അവിടെ ഞാൻ നിപ്പുണ്ടായിരുന്നു. അത് നീ കണ്ടില്ലേ? ഇല്ല. എടി, ഞാൻ നിന്നെ കുറിച്ച് ആയു മോനെ, നീ എന്താ ഫുഡ് കഴിക്കാണ്ട് ഈ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ലമ്മേ. ഓ, പണ്ടാറടങ്ങാൻ ഉറക്കവും വരുന്നില്ലല്ലോ. പന്നി വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? എങ്ങനെ സാധിക്കുന്നോ എന്തോ. മാനസനെ കണ്ടുപോയി ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വന്നാലോ? അയ്യോ, എന്റെ അമ്മ. ഷേ, ഈ അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ലേ ഈ സമയത്ത് CBIനെ പോലെ ഇതിലെ വട്ടം തിരിഞ്ഞ് നടക്കാൻ? 2 ദിവസമായി ഞാൻ അവളോടൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് ഇതിപ്പോ ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഓ, പണ്ടാറടങ്ങാൻ ഉറക്കവും വരുന്നില്ലല്ലോ. പന്നി വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? എങ്ങനെ സാധിക്കുന്നോ എന്തോ. മാനസനെ കണ്ടുപോയി ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വന്നാലോ? അയ്യോ, എന്റെ അമ്മ. ഷേ, ഈ അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ലേ ഈ സമയത്ത് CBIനെ പോലെ ഇതിലെ വട്ടം തിരിഞ്ഞ് നടക്കാൻ? 2 ദിവസമായി ഞാൻ അവളോടൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് ഇതിപ്പോ ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. യോഗ ഇല്ല അമ്മണി, എന്നാ പിന്നെ പോയി കിടന്നുറങ്ങിയേക്കാം. സാർ എവിടെ പോയിട്ട് വരുവാ? അത് പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ പോയതാ. ആണോ? അപ്പൊ ആ ടേബിളിലെ ജഗ്ഗിലിരിക്കുന്നത് എന്താ, കാടി വെള്ളമോ? ഓ, ഇവിടെ വെള്ളം ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. നീ കാണില്ല, കാരണം നിന്റെ കാഴ്ചക്കേടിയായിട്ട് കുറച്ച് സാങ്കേതിക തകരാറുകൾ സംഭവിക്കുന്നുണ്ട്. സാരമില്ല, ഈ അസുഖത്തിനുള്ള ഡോക്ടറെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കാണാം. അയ്യ, ഇളിക്കാണ്ട് വന്ന് കിടന്നുറങ്ങടാ. അവന്റെ ഒരു വളിച്ച ചിരി, ഈ ചിരിയും വെച്ചോണ്ടായിരിക്കും നീ അവളെ വളച്ചത്. അതെ, ഈ ചിരിയും വെച്ചുകൊണ്ട് തന്നെയാ ഞാൻ അവളെ വളച്ചേ. അല്ലെങ്കിലും എന്താ എന്റെ ചിരിക്ക് ഒരു കുഴപ്പം? നല്ല ഷാറുഖ് ഖാന്റെ ചിരിയല്ലേ? ഷാറുഖ് ഖാന്റെ ചിരിയല്ല, ഷാറുഖ് ഖാന്റെ. വാ കൂട്ടി മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോ, ഇല്ല ചവിട്ടിയാ മൂലക്കിടും. ലൈസൻസ് കിട്ടിയെന്നും പറഞ്ഞ് അവൻ ഗോളടിക്കാൻ ഇറങ്ങിയേക്കുന്നു. ഈശ്വരാ, വട്ടന ചിലപ്പോ പറഞ്ഞ പോലെ ചെയ്തു കളയും.